വന്നിട്ടുള്ളത് റമദാൻ ഡേ 6 ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഇന്ന് നമുക്ക് കടലക്കറി ആട്ടോ. എന്നും ചിക്കൻ കറിയും ബീഫ് കറി ആയാൽ ശരിയാവോ? അപ്പൊ നമ്മളെ പുതിർത്തി വെച്ച കടല കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് സവാള, തക്കാളി, പച്ചമുളക്, ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ വിചാരിച്ചാൽ നമുക്ക് ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, ഇറച്ചി മസാല ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി കട്ലൈറ്റ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേവിച്ച കടല, ബീഫ് പൊടിച്ചത്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. അപ്പം നേരത്തെ വേവിച്ച് വെച്ച കടല നമ്മളിതാ ഇവിടെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പം നമ്മളിതാ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പം നമ്മളിതാ കട്ലൈറ്റ് ഇവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ കട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ചെറുകടിയായിട്ട് പഴംപൊരി ഉണ്ട്. അത് നമുക്ക് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇനി പഴംപൊരി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കടിയായിട്ടുള്ളത് വെള്ളപ്പവും ദോശയുമാണ് കേട്ടോ, നീർദോശ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട്, ദോശയും ചുട്ടെടുക്കാം. അപ്പം നമ്മൾ എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ളത് നീർദോശയും കടലക്കറിയും. കടലക്കറി ഇന്നൊന്ന് വെറൈറ്റി ആക്കിയതാട്ടോ. പിന്നെ വെള്ളപ്പവും, ഉള്ളിവട, കായ്പോള, പഴംപൊരി, കടല ബീഫ് കട്ലൈറ്റ്, മീൻ കറി. നിങ്ങൾ വിചാരിക്കും എന്നും ഞങ്ങൾ എന്താ മീൻ കറി എന്ന്. ഇവിടെ എല്ലാവർക്കും അത്രയും ഇഷ്ടമാട്ടോ മീൻ കറി. പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, പാൽ ചായ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ